ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു ഡിസ്പ്ലേ പോയത്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഒന്ന് ഒരുക്കി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരുക്കിയതാ, ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തു. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ വണ്ണമ്പലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ആക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലോർ മൊത്തത്തിൽ അടിച്ചു വാരി തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫാനൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഫാനും എ സിയും ഒക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നല്ല പൊടിയുണ്ട്, നല്ല ചൂടല്ലേ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. മോന് അതൊക്കെ തുടച്ച് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല. ഉള്ളത് ഞാനൊന്ന് നന്നായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്ത് വെക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ സിറ്റൗട്ട് ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഭയങ്കര പൊടിയായതുകൊണ്ട് തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് നനച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ചെടിച്ചട്ടി, ഈ ചൂരൻ്റെ ഒരു ചെടിച്ചട്ടി മുന്നേ ഉള്ളതാണ്. അതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള 2 പ്ലാന്റ്സ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ അത്ര കാര്യമായിട്ട് വളർന്നിട്ട് കുറച്ചായിട്ട് അങ്ങനെ ശ്രദ്ധിക്കലേ ഇല്ല. അതുകൊണ്ട് അതങ്ങനെ ഉള്ളത് ഞാൻ വെച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചവിട്ടിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു പ്ലാന്റ് ഞാനിവിടെ കയറി വരുന്ന അവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. നല്ല ഗ്രീനിഷ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ്. അധികം കെയറിങ് ഒന്നും വേണ്ട, നല്ല കളറുണ്ട്, നല്ലൊരു പച്ചപ്പുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ പുറത്ത് ഇവിടെ ഒരു ചെടിയുണ്ട്, അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ബൗളിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ലൊരു ഗ്രീനിഷ് കളറാണ്. പിന്നെ ഇത് എൻ്റെ കിച്ചണിലുള്ളൊരു മണി പ്ലാന്റാണ്. അതെല്ലാം ഒന്ന് ഞാൻ തുടച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ലീഫൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ആക്കുന്നുണ്ട്. ഇതും നേരത്തെ കണ്ട ആ ഒരു പ്ലാന്റാണ്. ഇത് കിച്ചണിൽ വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊടിയും ചൂടും ഒക്കെ ആയതുകൊണ്ട് പ്ലാന്റ്സൊക്കെ നല്ലോണം പൊടി പിടിക്കും, പെട്ടെന്ന് ലീഫൊക്കെ നല്ലോണം പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കണം. അപ്പോൾ നോമ്പായിട്ട് ഞാൻ തുടക്കലും ഒക്കെ കുറവാണ്, ഇടയ്ക്ക് വെള്ളം കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഈ ഒരു പോട്ടിലാട്ടോ അത് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇത് ചെറിയൊരു ഏരിയയിൽ അവിടെ എൻ്റെ ചെറിയ കിച്ചണിൽ ഉള്ള ചെറിയ ടേബിളിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഗ്രീനിഷ് കളറാണ്, അതിന് യെല്ലോ ടച്ച് വരുന്ന ആ ഒരു കളറാണ്. പിന്നെ ഈ ഒരു പോട്ടിലുള്ള മണി പ്ലാന്റ് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മാർബിൾ ഷെയ്ഡിലുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും വെച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു പ്ലാന്റ് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ ചെറിയ ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ആ ഒരു ബാമ്പു ടൈപ്പ് പ്ലാന്റ് ഉണ്ട്, ഒരു നീളത്തിലുള്ള, അത് ഈ ഒരു കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജൂട്ടിൻ്റെ ആ ഒരു മാറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കിച്ചണിൽ വെച്ചിട്ടുള്ള ആ മണി പ്ലാന്റ് ഞാൻ ഇവിടത്തേക്ക് മാറ്റി ഇവിടെ വെച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് രണ്ട് ഐറ്റം കൂടി വെച്ച് കൊടുക്കാം. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു പോട്ടിലേക്ക് ഞങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഈ പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഊതൊക്കെ കത്തിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് തൽക്കാലം ഞാൻ ആ ഒരു പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റില്ലേ, ഇതും കൂടി ഞാൻ ഇങ്ങനെ ഈ ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മൾട്ടി കളറായിട്ടുള്ളൊരു ലൈറ്റാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. രാത്രിയിൽ ഇതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലായിട്ട് ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് വീട് അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാട്ടോ ഇത്. ഇപ്പോൾ 2 റൂമിലെ ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി വിരിക്കുന്നുണ്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനതാ പുറത്തേക്കൊന്ന് വന്നിട്ടുണ്ട്. വീട്ടിലിടാനുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് വീട്ടിനടുത്തുള്ള ഷോപ്പ് തന്നെയാണ്. അവിടെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കണ്ടതുകൊണ്ട് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നോരോന്ന് നോക്കി എടുക്കലാണ്. അപ്പോൾ ഇതൊക്കെ നല്ല കോട്ടണിലുള്ള നല്ല മെറ്റീരിയലാണ്. ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ കോട്ടൺ ഇടാനുള്ള ഏറ്റവും സുഖം. അപ്പോൾ അങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയൽ നോക്കിയിട്ട് ഞാൻ 1-2 അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഈസി ആയിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണ് കേട്ടോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മുളകൊന്നും ചേർക്കാത്ത പ്ലെയിനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്കിതൊന്ന് ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കൻ മൊത്തത്തിലൊരു വൈറ്റ് കളർ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും ചെറിയ പീസ് ക്യാപ്സിക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാപ്സിക്കും സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് റെഡിയായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ആവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കൈവച്ച് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 3-3.5 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഈ ബണ്ണിൽ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എല്ലാ ബണ്ണും ഇതേപോലെ നടുകെ പീസാക്കി എടുക്കുക. ഇനി അതിലേക്ക് എന്നിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ബണ്ണും ഞാൻ നടുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതാ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. സ്ലൈസ്ഡ് ചീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈസിൻ്റെ പകുതി ആട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ എല്ലാ ബണ്ണും ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക്കും മല്ലിയിലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബണ്ണിൻ്റെ മുകളിലേക്കും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ബേക്കായി വന്നാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ബട്ടറും ഗാർലിക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള ചീസി ക്രീമി ചിക്കൻ ബന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ബേക്ക് ചെയ്തെടുക്കട്ടെ. കുടിക്കാനുള്ള ഡ്രിങ്ക് ബഷ്ക റെഡിയാക്കുന്നുണ്ട്. വത്തക്ക റൂഹോപ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡ്രിങ്ക് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീസി ആയിട്ടുള്ള ചിക്കൻ ബന്ന് അതും ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്